മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഈ ഭൂമിയിലെ ജീവിതം, സ്വർഗം നോക്കിയുള്ള യാത്ര എങ്ങനെ ഏറ്റവും ആനന്ദകരമാക്കാം, എങ്ങനെ ഏറ്റവും വിശുദ്ധമാക്കാം, അഭിഷേകപൂർവ്വം കുടുംബം ഒന്നിച്ച് എങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാം, അതാണ് നമ്മുടെ ഈ മധുരമൊഴിയിലൂടെ ഞങ്ങൾ ചെറുതായി ശ്രമിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ഡെയ്സി മാത്യു, ഡെയ്സി ആൻറ്റിയാണ്. ആൻറ്റി ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ആൻറ്റി അവിടെ കൗൺസിലിംഗ് മേഖലയിൽ ഒത്തിരിയേറെ ആത്മാക്കളെ ഈശോയിലേക്ക് ആനയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ള കുടുംബം, ഏഞ്ചൽസ് ആർമി ടീമിൽ നിന്നുള്ള കുടുംബം ബഹുമാനപ്പെട്ട മാർട്ടിൻ ചേട്ടനും മേരി ശിശിയുമാണ്. ഇവർ രണ്ടുപേരും എറണാകുളത്ത് നിന്ന് വരുന്നു. അവർ വളരെ ആക്റ്റീവായിട്ട് ഈ മിനിസ്ട്രിയിൽ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടുന്നവരാണ്. ഇവരെ മൂന്നുപേരെയും സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും മധുരമൊഴിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ ദിവസങ്ങളിൽ ഏഞ്ചൽസ് ആർമി മാഗസിനിൽ വന്ന ഒരു ചെറിയ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. വല്യപ്പച്ചൻ്റെ കൊച്ചുമോൾ എന്നായിരുന്നു ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട്. ഞാൻ എൻ്റെ തലക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് വായിച്ചു തുടങ്ങിയത്. അതിനകത്ത് ഒരു പെൺകുട്ടി, ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞ് കല്യാണപ്രായം എത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ജീവിതാനുഭവം പറഞ്ഞു തുടങ്ങുന്നതാണ്. അവൾ പറയുന്നു, എൻ്റെ നാട്ടിൽ ഇപ്പോഴും എനിക്ക് 22-23 വയസ്സായെങ്കിലും എല്ലാവരും വല്യപ്പച്ചൻ്റെ കൊച്ചുമോൾ എന്നാണ് ഇപ്പോഴും അത്യാവശ്യം നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. കാരണമായിട്ട് ഇവൾ പറയുന്നത്, ഇവൾ കുഞ്ഞു നാളിലെ മുതൽ വല്യപ്പച്ചൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇവൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. വല്യപ്പച്ചൻ്റെ കൈ പിടിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. വല്യപ്പച്ചൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കവലയിലൊക്കെ നടക്കാൻ പോകുമ്പോൾ അവളെ കൈ പിടിച്ച് പോകുമായിരുന്നു. വഴിയിലൂടെ പോകുമ്പോൾ കൊന്ത ചൊല്ലി പഠിപ്പിച്ചു. നല്ല പക്ഷികളെയും മൃഗങ്ങളെയും കാട്ടിക്കൊടുത്തിട്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികളാണെന്ന്, ദൈവത്തെ സ്തുതിക്കണം, വഴിനീളൊക്കെ അവളെ സ്തുതിക്കാൻ പഠിപ്പിച്ചു. കുഞ്ഞു ഒത്തിരി വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ പഠിപ്പിച്ചു. ഇവൾ പറയുകയാണ്, ചാച്ചൻ എന്നിട്ട് വല്യപ്പച്ചൻ്റെ ഇവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വല്യപ്പച്ചൻ മരിച്ചും പോയി. ഇവർ 4 വയസ്സ് വരെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം വരെ വല്യപ്പച്ചൻ്റെ വഴിയിലൂടെ നടന്നിട്ടുള്ളൂ. അവൾ പറയുന്നു, ഇന്ന് ഞാനിപ്പോൾ MSc ഒക്കെ ബാംഗ്ലൂർ പഠിച്ച് തിരിച്ചു വന്നിട്ടും എനിക്ക് പാപാവസ്ഥകളിലൊന്നും വീണു പോകാതിരിക്കാൻ, പ്രലോഭനങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് എനിക്ക് ട്രെയിനിങ് കിട്ടി വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്നായിരുന്നു. വല്യപ്പച്ചൻ വഴിനീളെ നടത്തിക്കൊണ്ടുപോയിരുന്നപ്പോൾ പഠിപ്പിച്ചിരുന്നൊരു സുഹൃതജമുണ്ട്. ഈശോയെ, നീ ആഗ്രഹിക്കാത്ത ഒന്നും എൻ്റെ കണ്ണ് കാണരുതേ, നീ ആഗ്രഹിക്കാത്ത ഒന്നും എൻ്റെ ചെവി കേൾക്കരുതേ, നിനക്കിഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ നാവ് പറയരുതേ, നീ ആഗ്രഹിക്കാത്ത ഒന്നും എൻ്റെ ശരീരം പ്രവർത്തിക്കരുതേ. ഇത്ര മനോഹരമായ സുഹൃദേവ. ഇവിടെ പറയണം, ഇന്ന് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതുകൊണ്ട് ബാംഗ്ലൂരൊക്കെ പഠിച്ചപ്പോൾ കൂടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി വഴിമാറിയൊക്കെ പോയപ്പോൾ ഇവൾ പറയാണ്, ഈ ഒരു പ്രാർത്ഥന എനിക്ക് ബലമായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ നിങ്ങളെ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഷാലോമിൻ്റെ നല്ലൊരു ശതമാനം കാഴ്ചക്കാരും നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരൊക്കെ തന്നെയാണ്. അവരെല്ലാം സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി മധുരമൊഴിയുടെ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും അനുസ്മരിക്കുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഓർക്കുക, ഇത് വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും പറ്റിയ എപ്പിസോഡല്ല, മറിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് വീട്ടിലെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുമുള്ള റോളിനെ പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവത്തിൽ തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും 1000 അനുഭവങ്ങൾ ഈ മേഖലയിൽ കാണും. ഞാൻ കുഞ്ഞുനാളിൽ പള്ളിയിൽ പോയി തുടങ്ങിയത് എൻ്റെ വല്യമ്മച്ചിക്ക് ടോർച്ചടിക്കാരനായിട്ടാണ്. ഇപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ വീട്ടിൽ നടക്കാനുണ്ട് പള്ളിയിലേക്ക്. അപ്പോൾ വല്യമ്മച്ചിക്ക് കാഴ്ചക്ക് കുറഞ്ഞു തുടങ്ങിയപ്പോൾ കുഞ്ഞുനാളിലെ മുതൽ എൻ്റെ ഉത്തരവാദിത്തമാണ് വല്യമ്മച്ചിക്ക് ടോർച്ച് അടിച്ചു കൊടുക്കുക. അതിപ്പോൾ മഴ ആയാലും മഞ്ഞായാലും ഏത് കാലാവസ്ഥയിലും വല്യമ്മച്ചിക്ക് രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ടോർച്ചടിച്ച് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പള്ളിയിൽ പോയേ പറ്റൂ. ശ്രദ്ധിച്ചാൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കാലം മുതലൊക്കെ മുടങ്ങാനേ സമ്മതിക്കത്തില്ല. വല്യമ്മച്ചി, ഞാൻ ഈ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വല്യമ്മച്ചി മരിച്ചു. ഞാൻ പിന്നെ ടോർച്ചടിക്കാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ +2 വരെ മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ ആ പള്ളിയിൽ പോകുന്ന ശീലം തുടർന്നു. ഒടുക്കം ഞാനിപ്പോൾ പള്ളിയിൽ തന്നെ ഇപ്പോൾ വാസമായി. സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ വല്യമ്മച്ചിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ നിമിഷം അനുസ്മരിക്കുന്നു. നമ്മളെ ഇതുപോലെയുള്ള വിശുദ്ധമായ ഒത്തിരി ശീലങ്ങൾ പഠിപ്പിച്ചത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഗ്രാൻഡ് പേരൻസ് പറയുന്ന ചില ഡയലോഗുകൾ എനിക്ക് ഇച്ചിരി ഈ അവസരത്തിൽ ചിന്തിക്കുന്നല്ലാന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ പലതവണ കേട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചു, വലിയ പ്രായമുള്ളവരെ കാണുമ്പോൾ, സുഖമല്ലേ വീട്ടിൽ, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമുക്കൊക്കെ എന്ത് വിശേഷം, നമ്മൾ പ്രായമൊക്കെ ആയി വീട്ടിൽ കുത്തിയിരിക്കുന്നു, സ്വത്തൊക്കെ മക്കൾക്കൊക്കെ വിഭജിച്ചു കൊടുത്തു, നമ്മൾ പിന്നെ വീട്ടിൽ കുത്തിരിച്ചും TV കാണുന്നു, കിടന്നുറങ്ങുന്നു, വല്ലപ്പോഴൊക്കെ പള്ളി വരുന്നു. ഇതൊരു സ്ഥിരം വാക്കാണ്. പക്ഷേ തിരുവചനം പറയുന്നത്, സങ്കീർത്തകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ ഫലമുള്ളവരായിരിക്കുവിൻ, നിങ്ങൾ ഇലതൂർന്ന് നിൽക്കുന്ന പച്ചമരം പോലെ ആയിരിക്കുവിൻ. സങ്കീർത്തകൻ പറയുന്ന വാർദ്ധക്യത്തിൽ നിങ്ങൾ ഫലമുള്ളവരായിരിക്കുവിൻ.
ഇതാണ് വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഫലമുള്ളവരാകാം, പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ അടുത്തൊരു തലമുറയെ വിശുദ്ധമായി വാർത്തെടുക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, പ്രായമായവർക്ക് എന്തൊക്കെ ചെയ്യാം, അതാണ് നമ്മൾ ഈ എപ്പിസോഡ് പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത്. ഇതിന് പറയാൻ ഏറ്റവും യോഗ്യത നമ്മളുടെ വെല്ലുമിച്ചതിനാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വെല്ലുമിച്ചിൽ തന്നെ നമുക്ക് വെല്ലുമിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖത്ത് നിന്നാണോ, നമുക്ക് വെല്ലുമിച്ചിൽ തന്നെ തുടങ്ങാം. ഡെയ്സി ആൻറ്റി 2 മക്കളുടെയും 3 കൊച്ചുമക്കളുടെയും അല്ലെ 3 കൊച്ചുമക്കളുടെ വെല്ലുമിച്ചിയാണ്. 3അല്ല, 4ാമത്തെ വയറ്റില്. 4ാമത്തെ. അപ്പോൾ 4 പേരുടെ വെല്ലുമിച്ചിയാണ്. അപ്പോൾ ആധികാരികമായിട്ടൊക്കെ തന്നെ വെല്ലുമിച്ചിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി? അച്ഛൻ പറഞ്ഞ പോലെ മിക്കവാറും ഒരുമാതിരി പ്രായമുള്ളവരൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് ആരോട് ചോദിച്ചാലും പറയും, ഓ വയസ്സായില്ലേ ഇനിയിപ്പം എന്നാ, ഇനി അവരായി അവരുടെ പാടായി. ഓ എന്തൊരു ഓണം, അതൊക്കെ പണ്ടല്ലാരെന്ന് പറയുന്ന പോലെയാണ്. അവരായി അവരുടെ പാടായി, ഇനി എന്നാ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി നോക്കിയിരിക്കുക, ഇനി നമുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ഇത്. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്ന ഗ്രാൻഡ് പേരൻസിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്, പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ ആ ഒരു ഫോർമേഷനിൽ നല്ല റോളുണ്ട്. ഇപ്പം എനിക്കിപ്പം എൻ്റെ മോൻ ദൂരെയാണ്, വിദേശത്താണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പിള്ളേരെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല, ഗ്രാൻഡ് ചിൽഡ്രൻ എപ്പോഴും കിട്ടത്തൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം ഗ്രാൻഡ് പേരൻസിൻ്റെ വല്യപ്പച്ചനെയും വല്യമ്മച്ചുമാരുടെയും ഒരു പ്രസിദ്ധന്തിയാണ് ഈ നിൽക്കുന്ന ഡെയ്സി ആൻറ്റി. കാരണം ഇപ്പോൾ നമ്മുടെ മജോറിറ്റി മക്കളും വിദേശത്തൊക്കെ ആയിരിക്കും, കൊച്ചുമക്കളെ വിദേശത്തായിരിക്കും. ചിലപ്പോൾ അവധിക്കൊക്കെ വരുമ്പോൾ മാത്രമേ കൊച്ചുമക്കളെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ സ്കൈപ്പോ IMO ഒക്കെ വെച്ചിട്ട് പാവപ്പെട്ട വല്യപ്പച്ചമാരും വല്യമ്മച്ചനും വയസ്സാം കാലത്ത് കുത്തി ഉയ്യോ ഒന്ന് കണ്ടോട്ട് വരുമ്പോൾ കിട്ടിക്കോട്ടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചുമാരെയും പ്രസിദ്ധന്തിയായിട്ട് ഡെയ്സി ആൻറ്റി പറഞ്ഞോളൂ. അപ്പം അങ്ങനെ ദൂരെ ആയിരിക്കുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കാവുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും അവർക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും. കാരണം ഗ്രാൻഡ് പേരൻസിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് കൊച്ചുമക്കൾക്ക് ഭയങ്കര വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. പഴയ നിയമത്തിൽ പിതാക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്ന സാധനം അതാണ്. പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുക്കുമ്പോഴൊക്കെ ബൈബിളിൽ പഴയ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാണ് പൂർവ്വപിതാക്കന്മാരുടെ സകല അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ നമുക്കിപ്പം ആത്മീയമായിട്ട് മാത്രമല്ല അവരുമായിട്ടൊരു ബന്ധം എത്ര ദൂരെയായാലും അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ഒരു ഓൺഗോയിങ് ബേസിസിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ അവരെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യുക, അവർ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അവരെ ഒന്ന് വിളിക്കുക, അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഒട്ടും ബുദ്ധിമുട്ടല്ലാത്ത കാര്യമാണ്. ചുമ്മാ വാട്സപ്പിൽ ഒരു ഓഡിയോ നോട്ട് ഇട്ടാൽ പോലും ആ പിള്ളേരാണേലും ഇപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഓർത്ത് എന്നെ ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി എന്ന് വിളിക്കുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഗ്രഹം, മനസ്സിലുള്ള ആ സന്തോഷം, അതവർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ തിരിച്ച് പിള്ളേരുടെ ബർത്ത്ഡേ വരുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന, അല്ല അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർ കഴിച്ചു, അവർ ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്ത് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എത്ര ദൂരെ ആയാലും ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റും. ദൂരെ ഇരുന്ന് കൊച്ചുമക്കളെ ഇങ്ങനെ വളർത്താന്നുള്ളതാണ് ആന്റി പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് 5 മക്കളാണല്ലോ, നിങ്ങളുടെ 2 പേരുടെയും വലിയ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളുടെ ഈ 4 പേരും, നിങ്ങൾക്ക് 4 പേരും ആക്റ്റീവായിട്ടുള്ളവരായതുകൊണ്ട് 4 പേരും എങ്ങനെയാണ് നിങ്ങളുടെ 5 മക്കളുടെ വളർത്തലിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ റോള് തുടങ്ങും എന്നുള്ളതാണ്. അതിനു മുമ്പേ ഉറപ്പായിട്ടും. കാരണം അത് മനസ്സിലായത് ഞങ്ങളുടെ 5ാമത്തെ മോൾക്ക്, അവളുടെ പേരെന്താണ്? മെലീസക്ക് എൻ്റെ പാരൻസിനോട് ഒരു വല്ലാത്ത സ്നേഹം. എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അവരുടെ സൈഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും അവരോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ ഞങ്ങളത് നോട്ടീസ് ചെയ്തപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു കാര്യം ഓർത്തു. അപ്പോൾ ആദ്യം ഡാഡിയുടെ അടുത്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് പ്രഗ്നൻ്റ് ആണെന്നുള്ള ന്യൂസ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കാണിച്ചു. ഡാഡി കരിസ്മാറ്റിക്കാരനോ? അതെ, ഡാഡി കരിസ്മാറ്റിക് കണ്ടുപിടിച്ച ആളാണെന്ന് വേണമെങ്കിൽ പറയാം. പഴയ ആളാണ്. അപ്പോൾ മേരിക്ക് അത് ഭയങ്കര കംഫർട്ടാണ്. സമയത്ത് നമ്മൾ ശരിക്കും ഈ 5ാമത്തെ വാവേനെ കൺസീവ് ചെയ്തെന്ന് നമ്മളറിയണ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ചിന്തകൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, മറ്റ് മുതിർന്ന കുട്ടികളുടെ വളർച്ച,
കുറെ കാര്യങ്ങൾ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസ് ഒരു ആകുലത ആ ഒരു സമയത്താണ് ഈ പ്രൈസലോട് എന്നെ ഭയങ്കരമായിട്ട് സാന്ത്വനപ്പെടുത്തി. ഭയങ്കര ഒരു സന്തോഷമാണ് ഉള്ളിൽ എനിക്ക് വന്നത്. അത് ഞങ്ങളിങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൂടുതൽ ഞങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാകാൻ ഒരു കാര്യം വേറൊരു ചേച്ചി ഒരു പ്രാവശ്യം ഷെയർ ചെയ്തായിരുന്നു. ഇത് കൂടുതലായി ബോധ്യം വന്ന ആ ചേച്ചിയുടെ അനുഭവം ഇതായിരുന്നു. 3ാമത്തെ കുഞ്ഞുമാവേനെ പ്രഗ്നൻ്റ് ആയത് ആക്ച്വലി ഇങ്ങനെയാണ് ആ ചേച്ചി പറഞ്ഞതായിരുന്നത്. 3ാമത്തെ മോൾക്ക് അമ്മാമ്മേനായിട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, സ്നേഹക്കുറവ് എന്ന് വെച്ചാൽ മോൾക്കാണ് അങ്ങോട്ട്. അമ്മാമ്മ അങ്ങനെയല്ല. അമ്മാമ്മ ഭയങ്കര കെയറിങ്ങും ഭയങ്കര സ്നേഹമുള്ള അമ്മാമ്മ, കൊച്ചടുപ്പിക്കുന്നില്ല. പക്ഷെ അപ്പം ഈ ചേച്ചിക്ക് ഇതൊരു വേദനയായിരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ധ്യാനത്തിന് പോയപ്പോഴത്തേക്കും കൗൺസിലറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. അപ്പോൾ കൗൺസിലർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പള്ളിമുറ്റം കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. 3ാമത്തെ വാവേനെ കൺസീവ് ചെയ്തത് ആദ്യമായിട്ട് പറയണത് പള്ളിമുറ്റത്ത് വെച്ച് അമ്മായിയമ്മയും തൊട്ടടുത്ത് 2-3 പേരൊക്കെ നിൽക്കുമ്പോഴാണ് ഇത് പറയണത്. പറഞ്ഞ ഉടനെ തന്നെ ഈ അമ്മ തിരിഞ്ഞങ്ങ് നടന്നു. അപ്പം അത് ചേച്ചിക്ക് ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ഉദരത്തിൽ കിടന്ന കുഞ്ഞിനും അതുണ്ടായി. ഒരു മറുപുറം പോസിറ്റീവ് സൈഡാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഉണ്ണീശോ ഉദരത്തിൽ കിടക്കുന്ന ഉണ്ണീശയും വഹിച്ചുകൊണ്ട് മാതാവ് എന്നപ്പോൾ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ കുതിച്ചാടി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. ചേച്ചിക്ക് അമ്മാമ്മയുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസവത്തിനെല്ലാം ശുശ്രൂഷിച്ചു. ഭയങ്കര നല്ല അമ്മാമ്മയായിരുന്നു. നോക്കി ആദ്യത്തെ ആ ഒരു കൊച്ചതോടുകൂടി പണി. പക്ഷെ അതൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞിന്റെ ഈ പ്രശ്നം മാറുകയും ഹീലിംഗ് കിട്ടുകയും ചെയ്തു. അമ്മാമ്മേനോടുള്ള ആ ബുദ്ധിമുട്ട് മാറി. അപ്പൊ ആ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഈ അമ്മാമ്മയുടെ ആക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇത് ഒരു ഭാഗം പ്രഗ്നൻസിയുടെ സമയവും അതിൻ്റെ കെയറിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിനുള്ള ഏറ്റവും വലിയ റോള് നമ്മൾ പേരൻസ്, മാതാപിതാക്കൾ കുഞ്ഞിന് വേണ്ടിയുള്ള ബാക്കി സൗകര്യങ്ങളും പഠനമോ സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചു കൊടുക്കും. ആത്മീയതയുടെ മേഖല മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് പേരൻസിൻ്റെ അതോറിറ്റിയാണ്, ഒരു സോൾ അതോറിറ്റിയാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു ഡോക്ടർ ഫാമിലി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ രസകരമായ ചില സംഭവങ്ങളുണ്ട്. നമുക്ക് കേട്ടാൽ ഇച്ചിരി കടുകട്ടിയായിട്ടൊക്കെ തോന്നും. ഇപ്പോഴും അവരുടെ വല്യപ്പൻ രാത്രി ഈ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ജപമാല ചൊല്ലില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല. രാത്രി ഭക്ഷണം കട്ടാണ് ഈ പ്രായത്തിൽ പോലും. അത് നമുക്ക് പിന്നെയും വിചാരിക്കാം ചെല്ലിക്കഴിഞ്ഞ് പിന്നെ കൊടുക്കുമല്ലോ. പക്ഷെ അതിനേക്കാളും ഭീകരമായി തോന്നിയ ഉദാഹരണം അടുത്തതായിരുന്നു. രാവിലെ പള്ളിയിൽ പോകണം, അത് കമ്പൽസറിയാ. എല്ലാവരും പള്ളിയിൽ പോയിരിക്കണം. മക്കളും കൊച്ചുമക്കളും അതിപ്പോൾ CBSE ആണോ ICSE ആണോ ട്യൂഷൻ ഉണ്ടോ എൻട്രൻസ് ഉണ്ടോ എന്തായാലും പള്ളിയിൽ പോയിട്ടുള്ള ബാക്കി എൻട്രൻസ് ഒക്കെ മതി എന്നുള്ളതാണ് അപ്പം പറഞ്ഞത്. അല്ലെങ്കിൽ മേളിൽ ചെല്ലുമ്പോൾ എക്സിറ്റ് കിട്ടും എന്നുള്ളതാണ് വല്യപ്പച്ചൻ്റെ വാദം. അതുകൊണ്ട് എന്തായാലും നടക്കണം. അത് മാത്രം പോരാ, പള്ളിയിൽ പോയാൽ പോരാ. പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ രാവിലെ എല്ലാവരും രാവിലത്തെ കുർബാനയ്ക്ക് തന്നെ പോകണം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഉപവാസമാണ്. 1 മണിക്കൂർ സ്ട്രിക്റ്റ് പോകും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അനുവാദമുള്ളൂ. കാരണം അവർ ആ സമയത്ത് വീട്ടിൽ കഠിന നിശബ്ദത. വല്യപ്പൻ പറയുന്ന ഇതാണ്, നമ്മൾ ഉള്ളിൽ എഴുന്നള്ളുന്ന ഈശോയുമായിട്ട് സംസാരിച്ച് ഒന്നാകാനുള്ള സമയമാണ്. ശരിക്കും മഠങ്ങളിലും പള്ളികളിലൊക്കെ പരമ്പരാഗതമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. അത് 1 മണിക്കൂറൊന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വീട്ടിൽ ഈ യുഗത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും, അതാണ് സ്വർഗം നോക്കി നടക്കാനായിട്ട് ഗ്രാൻഡ് പേരൻസ് പഠിപ്പിക്കുക എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ചിട്ടകളോ ആത്മീയ കാര്യങ്ങളിലെ ചിട്ടകൾ നിങ്ങളുടെ അപ്പയും അമ്മയും ഇൻട്രസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ മക്കളിലേക്ക് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പം എൻ്റെ പേരൻസിൻ്റെ അടുത്ത് മക്കൾ ചെല്ലാൻ നേരത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം പള്ളിയിൽ പോയായിരുന്ന ചോദിക്കും. പിന്നെ അവർ കുർബാന സ്വീകരിക്കുന്നുണ്ടാ, കുമ്പസാരിക്കുന്നുണ്ടാ, കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അവരോട് ചോദിക്കും. ധ്യാനത്തിന് ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞല്ല കരിസ്മാറ്റിക് കണ്ടുപിടിച്ച ആളാന്ന് പറഞ്ഞല്ല. അപ്പൊ ഡാഡി ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഒരാഴ്ച ഒരു ധ്യാനത്തിന് വിട്ട്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പൊ ഒരു ഡയസിസിൽ നടക്കണ 10ാം ക്ലാസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു ഡയസിസിൽ നടക്കുന്ന പ്രോഗ്രാം കാഞ്ഞിരപ്പള്ളി. അപ്പൊ ഞാൻ പോയി കൂടി. അന്ന് ഈ ക്ലാസ്സുകളെല്ലാം ദമ്പതികൾക്കുള്ള ക്ലാസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ദമ്പതി ധ്യാനമാണല്ലോ ഇത്. അത് കാരണം ഞാൻ തിരിച്ചു പോന്നു. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡി ചോദിക്കുകയാണേ, നീ അതിന് കല്യാണം കഴിക്കാൻ പോണല്ലേ, നീ അച്ഛനൊന്നും ആകാൻ പോണല്ലോ, പോയി കൂടാന്ന് പറഞ്ഞു. ഞാൻ വിട്ട്. അങ്ങനെ അതേപോലെ കാഞ്ഞിരപ്പള്ളി കൊണ്ടു. അത് കൂടിച്ചിട്ടേ
അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദമ്പതി ധ്യാനം കൂടിയ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പൊ മക്കളൊക്കെ ഒരു ലെവലായിട്ടൊക്കെ വന്നത്. അല്ല അപ്പൊ പുള്ളിക്ക് ഉണ്ടായിരുന്ന റോളെ കൊച്ചുമക്കളുടെ ഫോർമേഷന്റെ കാര്യത്തിൽ പുള്ളി കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു, കൈകാര്യം ചെയ്തിരുന്നു. ചേച്ചിക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ മക്കളുടെ കാര്യത്തിൽ അപ്പച്ചന്മാർ ഇടപെടുന്ന അല്ല അമ്മച്ചന്മാർ ഇടപെടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ? എനിക്ക് ശരിക്കും വന്നേക്കണ എല്ലാ കാര്യങ്ങളിലും ഈ പാരൻസ് സപ്പോർട്ട് ചെയ്യണ ഒരു ഫീലാണ്. ഈ നമ്മളുടെ ലൈഫിലെ എല്ലാ സമയത്തും എന്ത് ക്രൂഷ്യൽ സമയം ഉണ്ടാകുന്നു, ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നോ, എന്ത് കാര്യത്തിലും. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. 5ാമത്തെ മോളെ ഞാൻ പെയിൻ വന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പം എൻ്റെ അമ്മ അപ്പം തന്നെ വേഗം വീട്ടിൽ വിളിച്ച് പറയുമല്ലോ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാന്ന്. വേഗം പാക്ക് ചെയ്ത് പോരുന്നുണ്ട്. അപ്പം അപ്പച്ചൻ ചോദിച്ചു, 5ാമത്തെ അല്ലേ, ഇത്ര ധൃതി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാക്ടീസ് ഒക്കെ ആയല്ലോ. അപ്പം അമ്മ പറഞ്ഞത് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞത് എനിക്കറിയാം. അമ്മ പറഞ്ഞ് 1ാമത്തെ ആണേലും 5ാമത്തെ ആണേലും ഡെലിവറിക്ക് തന്നെയാണ് പോകണം മോള് എന്ന് പറഞ്ഞ്. അപ്പം എത്ര ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്. ഏഞ്ചൽസ് ആർമിയിൽ ഗ്രാൻഡ് പാരൻസ് വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഇന്റർസെഷൻ, ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിക്ക് അങ്ങനെ ഒരു വിങ് ഉണ്ട്, ഗ്രാൻഡ് പാരൻസ് വിങ് എന്ന് പറഞ്ഞ്. അപ്പം ആ വിങ്ങിൽ പറയണ ഒരു കാര്യം ഇതാണ്, ഗ്രാൻഡ് പാരൻസിന് ശരിക്കും നമ്മളെ ഫിസിക്കലി ഒക്കെ നമ്മളെ ചിലപ്പോൾ സഹായിക്കാനൊക്കെ പറ്റിയെന്നിരിക്കില്ല. കുഞ്ഞുങ്ങളുടെ വളർത്തൽ, അവരുടെ ആരോഗ്യം, അവർ സ്ഥലത്തായിരിക്കില്ല മക്കൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്ലെസ്സിങ് എന്ന് പറയണത്, ഈ ബ്ലെസ്സിങ് കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് വിങ്ങിൽ പ്രാർത്ഥിക്കണ അപ്പാപ്പന്മാരോടും അമ്മാമ്മമാരോടും പറയണ ഒരു കാര്യമുണ്ട്. നമ്മൾ ലോകം മുഴുവനുമുള്ള എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവരുടെ കൊച്ചുമക്കൾക്ക് മാത്രമല്ല, എല്ലാ ഗ്രാൻഡ് പാരൻസിനും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കാരണം നമ്മൾ പകലൊക്കെ എന്തോരം സമയം നമുക്ക് കിട്ടുന്നു, എന്തോരം മണിക്കൂറുകൾ കിട്ടുന്നു. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എത്രയോ ജപമാലകൾ ചൊല്ലിക്കൂട്ടാം. ഞങ്ങളുടെ ഒരു വെല്ലിച്ചനുണ്ട്. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പിന്നെ ഞാൻ ഒരു സന്യാസ വൈദികനും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശ്രമം, ഞങ്ങൾ 5-6 അച്ഛന്മാർക്ക് ഒരുമിച്ചൊക്കെ താമസിക്കുന്നത് പലപ്പോഴും. അപ്പോൾ ഞങ്ങൾക്കുള്ള വല്യപ്പന്മാരെന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രായമുള്ള അച്ഛന്മാർ, വെല്ലിച്ചന്മാരാണല്ലോ. ഞങ്ങളുടെ വെല്ലിച്ചനുണ്ട്. എനിക്ക് വേണ്ടി എല്ലാ ദിവസവും അദ്ദേഹം ഒരു ജപമാല വരുന്നുണ്ട്. ഞാനൊരു വൊക്കേഷൻ പ്രൊമോട്ടാണ്, മലയാളത്തിൽ പറഞ്ഞാൽ പിള്ളേർ പിടുത്തക്കാരൻ. ഈ ഒരു മിനിസ്ട്രിയിൽ ഞാൻ എന്ന് ഏറ്റെടുത്തു അന്ന് മുതൽ എനിക്ക് വേണ്ടി ജപമാല എന്ന് വെല്ലിച്ചനുണ്ട്. അച്ഛൻ, ഞാൻ ഓർക്കുന്നുണ്ട്, ആശ്രമത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ വഴിയിലൂടെ പോകുമ്പോൾ അതുവഴി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറും. അച്ഛൻ്റെ അമ്മ സ്വഭാവമാണ്. അച്ഛൻ ചെല്ലുമ്പോൾ നമ്മൾ പിടിച്ചിട്ട് മോനെ ഇരിക്കടാ, കഴിക്കടാ, വാരിത്തരുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ അച്ഛനോട് കുംസാരിക്കാനൊക്കെ കയറും. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. എല്ലാം കഴിഞ്ഞിട്ട് എപ്പോൾ ചെന്നാലും വഴിയുടെ കൊന്തയൊക്കെ പിടിച്ച് പറമ്പിലൂടെ നടക്കുക. അച്ഛൻ നടക്കുന്ന പറമ്പിലൊക്കെ എന്തോരം കൃഷിയാണെന്നറിയാവോ. അച്ഛൻ ഇരിക്കുന്ന ആശ്രമങ്ങളിലൊക്കെ എപ്പോഴും നിറച്ച് ഫലമൂലാദികളാണ്, എല്ലായിടത്തും ഫ്ലറിഷിംഗ് ആണ്, നന്നായിട്ട്. അതാണ് ഇതേ ഉള്ളൂ, ജപമാല ചൊല്ലി പറമ്പിൽ കൂടെ നടക്കുക. അച്ഛൻ വേറെ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയി, പക്ഷേ ആരോഗ്യപരമായ ബുദ്ധി ഇത് തന്നെയാണ് പണി. പണ്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു ആശ്രമ കഥ കൂടി പറഞ്ഞേക്കാം. ആശ്രമത്തിൽ സെൻസർ എടുക്കാൻ വേണ്ടി വരുമല്ലോ. സെൻസർ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു വെല്ലിച്ചന് ചോദിച്ചു, എന്താ പണി? വെല്ലിച്ച ആ കോളത്തിൽ എഴുതിക്കോ, ദൈവവിചാരം. ഇത് തന്നെയാണ് വാർദ്ധക്യത്തിലെത്തിയ എല്ലാവരുടെയും പണി, ദൈവം ആഗ്രഹിക്കുന്ന പണി, ദൈവവിചാരം. ദൈവവിചാരത്തിൽ സ്വർഗം നോക്കി നടക്കാൻ ചുറ്റുമുള്ളവരെ പ്രാർത്ഥനാപൂർവ്വം സഹായിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തോന്നുന്നു ശീലങ്ങൾ ക്രമീകരിക്കുന്നതിൽ ഗ്രാൻഡ് പേരൻസിനുള്ള റോള് അപാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോഴും കണ്ടാണല്ലോ പഠിക്കുന്നത്. പ്രത്യേകിച്ച് പേരൻസ് മിക്കവാറും ജോലിക്കൊക്കെ പോകും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഏർലി സ്റ്റേജുകളിലൊക്കെ. അപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും വീട്ടിൽ ബേബി സിറ്റർ ആയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നതൊക്കെ. നല്ലൊരു മനോഹരമായ ഉത്തരവാദിത്തമല്ല അവർ പൂർത്തീകരിക്കുന്നത്, നന്ദിയോടെ തന്നെ പറയുന്നതാണ് ബേബി സിറ്റർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ വല്യപ്പച്ചനും വല്യമ്മച്ചയൊക്കെ എടുക്കുന്നതിൽ റോൾ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ടാണ്. ഒരു വീട്ടിൽ ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. അപ്പോഴത്തേക്ക് ഈ വീട്ടിൽ കുഞ്ഞു കൊച്ചുണ്ട്. കുഞ്ഞു കൊച്ചിൻ്റെ കയ്യിൽ വല്യമ്മച്ചി എടുത്ത് ആഹാരവും പൈസയും കൂടി എടുത്ത് വല്യമ്മച്ചി കൊച്ചു കൊച്ചിനെ കൊടുത്തു. കൊച്ചു കൊച്ചു വളരെ പാടുപെട്ട് താങ്ങിക്കൊണ്ട് ആ ഭിക്ഷ അയച്ചു വന്ന് അപ്പാപ്പന് കൊടുത്തു. ഞാൻ അമ്മച്ചി ചോദിച്ചു, എന്തിനാ അമ്മച്ചിയെ കൊടുത്താൽ ഒരു പാവപ്പെട്ട കൊച്ചിനെ കൊടുത്താൽ കഷ്ടപ്പെടുന്നത്? അപ്പോൾ വല്യമ്മച്ചി പറഞ്ഞാണ്, മോനെ അങ്ങനെ അല്ല, അവൻ നാളെ അത് ചെയ്ത് ശീലിക്കണമെങ്കിലേ ഇത് അവൻ്റെ ഉത്തരവാദിത്തം ഒന്ന് കണ്ടു പഠിക്കണം. എത്ര മനോഹരമായ സംഭവമാണ്, എത്ര മനോഹര. ഇതുപോലെയുള്ള ചില ശീലങ്ങൾ ക്രമീകരിക്കാനായിട്ട് അതിൻ്റെ ഇതുപോലെ എന്തെങ്കിലും ശീലങ്ങൾ ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണം, ആത്മീയതര മാത്രമല്ല ബാക്കി കാര്യങ്ങൾ, മാതൃകാപരമായ ജീവിതം, പിള്ളേർക്ക് മൂല്യങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളിൽ ഈ ഗ്രാൻഡ് പേരൻസിനുള്ള റോളിനെ പറ്റിയുള്ള അതിൻ്റെ കാഴ്ചപ്പാട് എന്താ? എനിക്ക് എൻ്റെ തന്നെ മെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ ഒരു കാര്യം
ഞാൻ അന്ന് കൊച്ചിലെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഞാൻ വല്ലപ്പോഴും വീട്ടിൽ പോവുള്ളൂ. അവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേനും ഞാൻ ശ്രദ്ധിച്ചു, ഏത് ഭിക്ഷ യാചിച്ച് ആര് വന്നാലും എന്തെങ്കിലും കൊടുത്തിരിക്കും. നീ അവസാനം അമ്മച്ചി കഞ്ഞി കുടിക്കാൻ പോവാണ്, ആ സമയത്ത് ഒരാൾ വന്നതെന്ന് വെച്ചാൽ ആ കഞ്ഞി എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഞാൻ ഒരു ദിവസം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ചെറുപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് സ്പർശിച്ച ഒരു കാര്യമാണ് അത്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഇന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു അമ്മച്ചിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ശീലമാണ്. എനിക്ക് ഈ ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. പക്ഷെ അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ കണ്ട് ഫോളോ ചെയ്ത്. ദാനധർമ്മം തിരുവചനം പറയുന്നതല്ല, നിങ്ങൾ അനേക പാവങ്ങൾ ദാനധർമ്മത്തിലൂടെ മായ്ക്കപ്പെടും. മാതാപിതാക്കൾ പ്രത്യേകിച്ച് വല്യപ്പച്ചയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ പിള്ളേർ ക്രമപ്പെടുത്തി കൊടുക്കുമ്പോൾ തലമുറകളുടെ പാവങ്ങളൊക്കെ ഒഴുകി പോകുന്നു. മനോഹരമായ. അതുപോലെ തന്നെ എൻ്റെ മോളും എൻ്റെ അമ്മയുടെ ഒരു ശീലം ഞങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ഞങ്ങൾക്ക് തന്നങ്ങ് തീർക്കത്തില്ല, അത് വെച്ചേക്കും. അപ്പോൾ എൻ്റെ ചേച്ചി നോക്കി, ഇത് എന്തിനാ അമ്മ ഇത് വെച്ചിരിക്കുന്നത്? എടി ആരെങ്കിലും കയറി വന്നാൽ കൊടുക്കണ്ടേ, കയറി വന്നവർക്ക് പിന്നെ കൊടുക്കാം, ആദ്യം ഞങ്ങൾക്കാ. അങ്ങനെയല്ല, കയറി വരുന്നവർക്കാണ് ഇമ്പോർട്ടൻസ്. അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മമ്മി ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഇത് അവള് ശരിക്കും ഉൾക്കൊണ്ടു. അതുകൊണ്ട് അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും വല്ലപ്പോഴായാലും എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ അവൾ അതുപോലെ പാക്ക് ചെയ്ത് വെക്കും. ചിലപ്പോൾ ഞാൻ കാണാതെ പാക്ക് ചെയ്യും, എന്നിട്ട് കൊണ്ടുപോകും കോളേജിൽ എല്ലാ പിള്ളേർക്കും കൊടുക്കാനായിട്ട്. അവൾ കഴിച്ചില്ലേലും അവൾ കൊണ്ടു കൊടുക്കും. എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയോ സ്പെഷ്യലായിട്ട് വാങ്ങിക്കുകയോ ചെയ്താൽ അവൾ കഴിച്ചില്ലേലും അവൾ കൊണ്ടു കൊടുക്കും. അത് അവക്കെന്ന് ഷെയർ ചെയ്യാൻ ആക്ച്വലി വീട്ടിൽ കാര്യമായിട്ട് ആരും ഇല്ല ഷെയർ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ താല്പര്യം എടുക്കുന്നത്. ഇത് പെട്ടെന്ന് ഓർമ്മ വന്ന, ഞാനൊരിക്കലൊരു എൻ്റെ കൂട്ടുകാരനായ പുരോഹിതൻ്റെ കൂടെ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതാണ്. അദ്ദേഹത്തിൻ്റെ പപ്പ അമ്മ നേരത്തെ മരിച്ചുപോയി, രണ്ടുപേരും മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചു പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കെട്ടി വന്ന ഒരു ചേട്ടൻ്റെ ഭാര്യയുണ്ട് വീട്ടിൽ. ചേട്ടന് 3 മക്കളുണ്ട്, എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ഇവൻ എന്നോട് പറയും, ഞങ്ങൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് വീട്ടിൽ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ കുഞ്ഞു പിള്ളേരെല്ലാം ചെന്ന് ഈശോയുടെ രൂപമൊക്കെ തൊട്ടുമുത്തിയിട്ട് ഈ ആ ബെല്ലിപ്പച്ചൻ്റെയും ബെല്ലുമ്മച്ചിയുടെ ഒക്കെ രൂപങ്ങൾ തൊട്ടുമുത്തുന്നു. ഈ പിള്ളേർ 3 പേരും ജനിക്കുന്നതിന് മുമ്പാണ് ഈ ബെല്ലിപ്പച്ചനും ബെല്ലുമ്മച്ചിയും മരിച്ചത്. പക്ഷെ ഞാൻ ചോദിച്ചു, അതങ്ങനെ പിള്ളേർക്ക് പിള്ളേർ പിന്നെ എങ്ങനെ ഇത്ര സ്നേഹത്തോട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് അച്ഛൻ പറയണം, എൻ്റെ കൂടെയുള്ള അച്ഛൻ പറയണം, എൻ്റെ പൊന്നു മോനെ, ഈ പിള്ളേർക്ക് ബെല്ലിപ്പച്ചനെയും കാണാപ്പാടാണ്. അത് വിശുദ്ധരായ ബെല്ലിപ്പച്ചനും ബെല്ലുമ്മച്ചിയായിരുന്നേ, ഒരു കാണാപ്പാടാണ്. കെട്ടി വന്ന ചേച്ചിയും അമ്മേനെ കണ്ടിട്ടില്ല, അപ്പനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ കാര്യങ്ങളും അപ്പൻ്റെ കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ടെക്സ്റ്റ് ബുക്ക് പോലെ. പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ്, വല്യമ്മച്ചിമാരെ, നിങ്ങൾ ശരിക്ക് ഒരു നല്ല പുസ്തകമാണ്, പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ള പുസ്തകം. ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി അറിവുകളും ഒത്തിരി വിശുദ്ധമായ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള വലിയ പുസ്തകം, തുറന്ന പുസ്തകം. മക്കൾ നോക്കി പഠിക്കട്ടെ, അല്പം ഇരുന്ന് കൊടുക്ക്. ഇതാണ് ആകെയുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത് കേട്ടോ. ഉപദേശിക്കാൻ നമുക്ക് പ്രായമൊന്നുമില്ല, ഒരു ചെറിയ അപേക്ഷ. മറ്റു കാര്യങ്ങൾക്ക് ഒത്തിരി സമയം ചെലവഴിക്കാതെ മക്കളോടൊപ്പം കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ഇത്ര മനോഹരമായിരിക്കും. നമുക്ക് വീണ്ടും നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ വരാം. ഞാൻ ഈ ശീലങ്ങളുടെ ഭാഗം ചോദിച്ചല്ലോ, ഈ ശീലങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ശീലങ്ങൾ മക്കളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് പേരൻസ് ഒരു പാത്തായിട്ടുണ്ടോ, ഒരു വഴിയായിട്ടുണ്ടോ? ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായി. മോൻ വീട്ടിൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു. അവൻ ബൈക്കിൽ പോകുമായിരുന്നു, അവൻ വേറൊരു ഫ്രണ്ടുമായിട്ട്. അപ്പോൾ ഒരു വണ്ടി പോകുന്ന അതിൻ്റെ ടയർ പഞ്ചറായിരുന്നു. അപ്പോൾ അവനത് പോയിൻ്റ് ഔട്ട് ചെയ്തു, എന്നിട്ട് അവിടെ പോയി. അപ്പോൾ ബാക്ക് വ്യൂ മിററിൽ അവൻ കാണുകയാണ് ആ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം, അയാൾക്ക് ചെയ്യാനും പറ്റണില്ല. അപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് അത് ടയർ മാറ്റി കൊടുത്തു. കുറച്ച് പ്രായമുള്ള ആളായിരുന്നു, അതാണ് അവൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ അവൻ്റെ ബാക്കിലിരുന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട്, അവൻ ആദ്യമേ തന്നെ എന്തിനാണ് ഇപ്പം നമുക്ക് സമയമില്ലല്ലോ, നമുക്ക് തിരിച്ചു പോയി അയാൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തതെന്ന് പറയാം. അവന് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാളെ സഹായിക്കാൻ പറ്റിയൊരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനൊന്ന് റിവൈൻഡ് അടിച്ചു. എൻ്റെ ഡാഡി എങ്ങനെയായിരുന്നു വെച്ചാൽ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. അപ്പോൾ അന്ന് കാറിൽ അവർ പോകുന്ന ഒരു റൂട്ടുണ്ട്,
അതിൽ കുറേ ആൾക്കാരെ ഇങ്ങനെ കയറ്റും. ഓരോ സ്റ്റോപ്പ് ഉണ്ട്, ഈ ബസ് പോലെ ടൈം അവർ വന്ന് കയറും, അടുത്ത സ്ഥലത്ത് പോകും, അടുത്ത ആൾ കയറും, നിറച്ച് പാക്ഡ് ആയിട്ടേ പോകുള്ളൂ. അപ്പം ഞങ്ങൾ ഡാഡിയുടെ 75th ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സ്കിറ്റ് അവതരിപ്പിച്ചു. വീട്ടിലല്ല, അന്നൊരു ഇത്തിരി വലിയ ഫംഗ്ഷൻ പോലെ ഉണ്ടായിരുന്നു, അവിടെ അവതരിപ്പിച്ചു. അത് വിഷ്വലൈസ് ചെയ്ത് എങ്ങനെയാണ്, ഡാഡി ഇങ്ങനെ വണ്ടിയിൽ പോണ്, അപ്പൊ ഒരാള് വണ്ടി നിറഞ്ഞ ആള് ഇരിക്കുകയാണ്, അപ്പൊ ഒരാൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അയാളെ കയറ്റണേ, അപ്പൊ ഡോർ അടച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ആള് തെറിച്ചു പോണ. അല്ല, അപ്പൊ ശരിക്കും ഗ്രാൻഡ് പാരൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം അവര് ചിലപ്പോൾ അറിയണമെന്ന് പോലും ഇല്ല, പക്ഷെ മക്കളിലേക്കൊക്കെ അതിന്റെ ആ ഒരു ഉറപ്പായിട്ടൊരു DNA കൂടി ട്രാൻസ്ഫർ ചെയ്യും. അതുപോലത്തെ കാര്യങ്ങളിൽ പിള്ളേർക്ക് കൃത്യമായിട്ട് വന്നു ചേരും. ഗ്രാൻഡ് പാരൻസിന്റെ ബ്ലെസ്സിങ്ങും അനുഗ്രഹവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. മക്കളെ എപ്പോഴും ക്ലാസ്സിൽ പോണ സമയത്തേക്കും സ്കൂൾ ബിഗിനിങ്ങിലൊക്കെ എപ്പോഴും ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കൊണ്ടേ പ്രാർത്ഥിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതങ്ങനെ ഒരു ശീലമായപ്പോൾ സംഭവിച്ചൊരു കാര്യം, അവർക്ക് എന്ത് എക്സാമാ എന്തുണ്ടെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഫോൺ വിളിച്ചാണേലും അനുഗ്രഹം വാങ്ങിക്കും. ഫോണിൽ കൂടി പ്രാർത്ഥിക്കും. എന്നിട്ട് അമ്മച്ചി രണ്ട് പാരൻസ് ഫോണിൽ കൂടി പ്രാർത്ഥിക്കും. മേരിയുടെ രണ്ട് സ്ഥലത്തുനിന്നും വിളിച്ച്. എൻ്റെ മോളുടെ കാര്യത്തിലും അതുപോലെ തന്നെ. എൻ്റെ മോൾക്കിപ്പം മെറ്റേണൽ ഗ്രാൻഡ് മദർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. നമുക്ക് 10ാം ക്ലാസ്സിൽ കയറുന്ന സമയത്ത് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ മോളെ നമുക്ക് പോയി വല്യമ്മീന്നാണ് വിളിക്കുന്നത്, വല്യമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നു. അപ്പം ഞാനത് അങ്ങനെ ചെയ്തു. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് അവൾ എന്നെ ഓർപ്പിച്ചു. 12 കയറുമ്പം അവൾ എന്നെ ഓർപ്പിച്ചു, മമ്മി അമ്മച്ചിയുടെ അടുത്ത് പോകണ്ടേ, മമ്മിയുടെ അടുത്ത് വല്യമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കണ്ടേ. സെയിം തിങ് കോളേജിൽ കയറുന്നതിന് മുമ്പായിട്ടും അവൾ ഇങ്ങോട്ട് ഓർപ്പിച്ചു പോയി. അതുപോലെ പരീക്ഷ വരുമ്പോഴത്തേന് അവൾക്ക് നേരെ ഇല്ലെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, മമ്മി വല്യമ്മയെന്ന് വിളിച്ച് പറഞ്ഞേക്കണേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണേ. അപ്പോൾ ആ ഒരു വല്യമ്മച്ചിയുടെ അനുഗ്രഹം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റും. ശരിക്കും ഗ്രാൻഡ് പാരൻസ് നല്ലപോലെ അനുഗ്രഹിക്കാൻ പറ്റും. അതുപോലെ ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്ന ആദ്യ ഭാഗങ്ങൾ വായിക്കുന്ന അബ്രാഹത്തോട് ദൈവം പറയുന്ന വചനമുണ്ടല്ലോ, അബ്രാം നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ അനുഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും. അബ്രാം ശരിക്കും ആരാ? വിശ്വാസത്തിന്റെ പിതാവ്, പൂർവ്വപിതാവായ അബ്രാഹം. ആ ഒരു പൂർവ്വപിതാവിൻ്റെ റോള് തന്നെയാണ് ഇന്നത്തെ കുടുംബത്തിലുള്ള എല്ലാ ഗ്രാൻഡ് പേരൻസിനും, എല്ലാ വല്യപ്പച്ചമാർക്കും വല്യമ്മച്ചമാർക്കും ഉള്ളത്. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, തലമുറയെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അൽഫോൻസാമ്മ നമുക്കറിയാം, ഇന്ന് ഭാരത കത്തോലിക്ക സഭയിലും ലോകം മുഴുവനുമുള്ള ഏറ്റവും സുന്ദരിയായ, ഏറ്റവും വിശുദ്ധിയുള്ള ഒരു സ്ത്രീയാണല്ലോ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ ബാല്യത്തിലെ ഈ വിശുദ്ധിയിലേക്ക് വളർന്നു വന്നതിനെ പറ്റി പറയുന്ന മനോഹരമായ ഭാഗമുണ്ട്. അൽഫോൻസാമ്മയുടെ വല്യമ്മച്ചി അൽഫോൻസാമ്മനെ മടിയിലിരുത്തി കുഞ്ഞായിരുന്നപ്പോൾ വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രം കേട്ടിട്ടാണ് അൽഫോൻസാമ്മയ്ക്ക് ഒരു സിസ്റ്ററാവാൻ ആഗ്രഹം തോന്നിയത്, വിശുദ്ധിയാകണമെന്ന് ആഗ്രഹം തോന്നിയത്. ഈശോ ഒത്തിരി സ്നേഹം, അൽഫോൻസാമ്മ കൊച്ചു ത്രേസ്യ മുഴുവൻ സ്നേഹം അത് തന്നെയാണല്ലോ, സ്നേഹത്തിൻ്റെ വഴിയാണല്ലോ മുഴുവൻ പറയുന്നത്. ഇത് കേട്ടാണ് കൊച്ചു ത്രേസ്യ തലയ്ക്കുള്ളിൽ കയറിയത്. ഈശോ എന്ന പുരുഷൻ, ഈശോനെ മാത്രം, ഈശോയുടെ മണവാട്ടി, ഈ സാധനം മുഴുവൻ കുഞ്ഞുനാളിലെ തലയ്ക്കരുത്. കൊച്ചുരേസ്യയുടെ ചരിത്രം വല്യമ്മച്ചിയുടെ മടിയിൽ നിന്ന് വായിച്ചു കേട്ടില്ല. കുഞ്ഞു പ്രാർത്ഥനകൾ, കുഞ്ഞു നൊവേനകൾ, ഇതെല്ലാം പ്രിയപ്പെട്ട വല്യമ്മച്ചമാരെ ഇത് നമുക്കുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. അടുത്തൊരു തലമുറയെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരിക. ഇതിൻ്റെ മറുപുറമുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊന്നും ചാൻസ് കിട്ടാതെ പോയ, സാധ്യതകളില്ലാതെ പോയ, ഒരുപക്ഷെ വൃദ്ധസദനങ്ങളിലോ ഒറ്റപ്പെട്ടൊക്കെ താമസിക്കുന്ന എല്ലാ വല്യപ്പച്ചമാരെയും വല്യമ്മച്ചമാരെയും നന്ദിയോടെ ഈ നിമിഷം ഓർക്കുന്നു. നിങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കാളികളായിക്കൊണ്ട് നിങ്ങളുടെ ഈ വാർദ്ധക്യത്തിലെ നിരാശയും ഒറ്റപ്പെടലെല്ലാം സ്വർഗത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഇതുപോലെ വല്യപ്പച്ചമാരും വല്യമ്മച്ചമാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അവരെ പോയി ഒന്ന് കാണുക, അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്വർഗത്തിലേക്ക് നടക്കാനായിട്ട് ഒരുക്കുക. നമുക്കൊന്നു ചേർന്ന് ഒരു നിമിഷം ലോകം മുഴുവനുമുള്ള എല്ലാ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചമാരെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന വല്യപ്പച്ചമാരും വല്യമ്മച്ചമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഒന്ന് അടുത്തുനിന്ന് ചേർത്ത് പിടിക്കാം, ഒന്ന് കെട്ടിപ്പിടിക്കാം. കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ വല്യപ്പച്ചനെയും വല്യമ്മച്ചനെയൊക്കെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കട്ടെ. നമ്മളെ ഈശോയെ പരിചയപ്പെടുത്തുന്നവരാണ് ഇവർ, സ്വർഗത്തെ കാട്ടിത്തന്നവരാണ് ഇവർ. വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു തന്നും ചെറിയ ചെറിയ ശീലങ്ങളിലൂടെയൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയവരാണ്. നന്ദിയോടെ
എല്ലാ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചന്മാരെയും സമർപ്പിക്കുന്നു. നിങ്ങളാണ് സഭയുടെ നട്ടെല്ല്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് അനേകം മിഷണറിമാർക്കും വൈദികർക്കും അൽമായ പ്രേക്ഷിതർക്കുമെല്ലാം ശക്തിയായി മാറുന്നത്. ഇനിയും തുടർന്നും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുമക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവരോടൊപ്പം ഇരുന്ന് സ്വർഗത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. മലാഖമാരെയും ദൈവദൂതന്മാരെയും പറ്റിയുള്ള സ്വപ്നങ്ങൾ അവർക്ക് കൊടുക്കുക. ഒപ്പം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, നിരാശയിൽ കഴിയുന്ന വല്യപ്പച്ചന്മാരും വല്യമ്മച്ചന്മാരും ഉണ്ടെങ്കിൽ അവരെയും സ്നേഹപൂർവ്വം ഈ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കുന്നു. കർത്താവേ, എൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി, ആശ്വാസത്തിൻ്റെ കരം നീട്ടി അവരെയും നീ ചേർത്ത് പിടിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തെ മുൻപിൽ നിന്ന് നയിച്ചവരെ, എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരെയും നിങ്ങൾ പ്രത്യേകമായിട്ട് നയിക്കണമേ. നന്മയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവേ, പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി നീ മാധ്യസ്ഥം പറയണമേ. നമുക്കൊന്നു ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.